ചെറിയ ബിസിനസ് അല്ലേ, ഇതിനൊക്കെ ട്രേഡ് മാർക്ക് എടുക്കണോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ബ്രാൻഡും ഫേസ് ചെയ്യാൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള 3 കാര്യങ്ങൾ അറിയുക. ഒന്ന്, ഇത്രയും കാലം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു പേര് മറ്റാരെങ്കിലും ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പേരിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് കിട്ടി നിങ്ങൾക്ക് ആ പേര് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അഥവാ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് ലീഗലി മൂവ് ചെയ്യാനായിട്ട് കഴിയും. അതായത് ഇത്രയും കാലം നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ബ്രാൻഡ് നെയിം പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. 2, വൺസ് നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതേ പേരിൽ ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡുകൾ വരും. നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾക്ക് ആ പേരിൽ ഉടമസ്ഥാവകാശം ഇല്ല, ഓണർഷിപ്പ് ഇല്ല. 3, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. സ്ഥാപനം വളർന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആയിരിക്കും. അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ആ പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതായത് ആ പേരിൻ്റെ മേലെ നിങ്ങൾക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇത് എത്ര ചെറിയ ബ്രാൻഡാണെന്നുണ്ടെങ്കിലും ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തോളുക. മൈ നെയിം ഈസ് സിജു രാജൻ, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് കൺസൾട്ടൻ്റ് ആണ്. ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സർവീസ് വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കണക്ട് ചെയ്യാം.